ഗുഡ് മോർണിംഗ് ഓൾ. സോ നമ്മളുടെ സെമിനാർ പ്രസൻറ്റേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ 7 ഗ്രൂപ്പാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 7 ഗ്രൂപ്പിനും ഓരോരോ ടോപ്പിക്ക് തന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ ഗ്രൂപ്പ് അവർക്ക് തന്ന ടോപ്പിക്ക് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതിൽ ഗ്ലോബൽ വാർമിംഗ് എന്താ, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്താ, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നാണ് പ്രധാനമായിട്ട് ഇതിൽ പറയാനുള്ളത്. സോ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പറയുമ്പം അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റി പറയുമ്പം ഓസോൺ ലെയർ എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ദ ഓസോൺ ലെയർ ഈസ് എ ലെയർ ദാറ്റ് കവേഴ്സ് ദ എർത്ത് ആൻഡ് ആക്ട്സ് ആസ് എ പ്രൊട്ടക്റ്റീവ് കവർ ഫ്രം ദ ഹാംഫുൾ അൾട്രാ വയലറ്റ് റേസ് ഫ്രം ദ സൺ. അതായത് സൂര്യനിൽ നിന്ന് വരുന്ന ഈ പറഞ്ഞ അൾട്രാ വയലറ്റ് രശ്മികളെ തടയുന്ന, അല്ലെങ്കിൽ ആ ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടയുന്ന ഒരു ലെയറാണ്, എർത്തിനെ ചുറ്റിയിട്ടുള്ള ഒരു ലെയറാണ് ഈ പറഞ്ഞ ഓസോൺ ലെയർ എന്നുള്ളത്. സോ ദിസ് ലെയർ ഓൾസോ ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ ഓൺ ദ പ്ലാനറ്റ് ടു ദ ലൈഫ് സസ്റ്റെയിൻ ഓൺ ദ പ്ലാനറ്റ്. അതായത് ഈ ഓസോൺ ലെയർ തന്നെയാണ് നമ്മളുടെ എർത്തിലെ, അല്ലെങ്കിൽ നമ്മൾ ഈ പ്ലാനറ്റിലെ ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനെ അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ, പ്രകൃതിക്ക് കൊടുക്കേണ്ട ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്ന ലെയറും കൂടിയാണ് ഈ ഓസോൺ ലെയർ. അപ്പം ഓവർ ദ ഡെക്കേഡ്സ് പ്ലാനറ്റ് എർത്ത് ഹാസ് ഹീറ്റഡ് അപ്പ് എ ലോട്ട്. ഇപ്പോൾ നമ്മളുടെ കുറേ കാലമായിട്ട് ഒരു 1980 ശേഷം നമ്മളുടെ ഈ എർത്ത് എന്നുള്ള പ്ലാനറ്റ് ഹീറ്റഡ് അപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്നതോറും അതിൻ്റെ ചൂട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു, അല്ലെങ്കിൽ ഈ ഒരു പ്ലാനറ്റിൻ്റെ ചൂട് വർദ്ധിക്കുന്നതിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളൊരു ടേം കൊണ്ട് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് ദ വാർമിംഗ് അപ്പ് ഓഫ് ദ ഗ്ലോബ്. അതായത് ഗ്ലോബിൻ്റെ ചൂടാകുന്ന അവസ്ഥയാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുക. Since we live in the age of development and capitalism, there are factories all over the world that emit harmful fumes. അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഫുൾ ഓഫ് ഡെവലപ്മെൻറ്റ്സിൻ്റെയും അതുപോലെ ക്യാപിറ്റലിസത്തിൻ്റെ കുത്തക അല്ലെങ്കിൽ മൊണോപ്പൊളീൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിലാണ്. ഫുള്ള് ഫോർവേഡ് അല്ലെങ്കിൽ മോഡേണൈസേഷൻ, വെസ്റ്റേണൈസേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അർബനൈസേഷനിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ അവിടെ ഫാക്ടറീസ് ആയാലും പലതരത്തിലുള്ള പ്രൊഡക്ഷൻ കമ്പനീസൊക്കെ തന്നെ പുറത്തേക്ക് തള്ളുന്നത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഫ്യൂംസ് ആണ്. അല്ലെങ്കിൽ പുകയായാലും അല്ലെങ്കിൽ അതിൻ്റെ ഹാംഫുൾ ആയിട്ടുള്ള ചില അവശിഷ്ടങ്ങളാണ് പുറത്തേക്ക് തള്ളുന്നത്. These fumes are an example of these kind of substances that create the holes in the ozone layer. ഈ പറഞ്ഞ പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസിൻ്റെ റീസണോ അല്ലെങ്കിൽ ഫാക്ടറീസിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് അവർ പുറത്തേക്ക് തള്ളുന്ന ഈ ഹാംഫുൾ ആയിട്ടുള്ള ഫ്യൂംസ് ആണ് പിന്നീട് ഓസോൺ ലെയറിൽ ഈ തരത്തിലുള്ള വിള്ളലുകൾ അല്ലെങ്കിൽ വീഴ്ചകൾ വരുത്തുന്ന കുറേ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. പിന്നെ അതാണ്, അതായത് ഇപ്പോൾ നമ്മൾ ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും അത് എപ്പോഴും കണക്റ്റഡ് ആണ്. ഈ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ സീസണലി നമ്മളുടെ കേരളത്തിലെ ഒരു ആസ് പെർ ദ ജിയോഗ്രാഫിക്കൽ അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റൽ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലി ജൂൺ 1 തൊട്ട് മഴക്കാലം, അല്ലെങ്കിൽ ഡിസംബർ ആകുമ്പോൾ തണുക്കുന്നു, ഡിസംബർ ടു ഒരു ജനുവരി ഫെബ്രുവരി വരെ തണുക്കുന്നു എന്നുള്ളത് ഒരു ഹിസ്റ്റോറിക്കലി നമുക്കത് അറിയുന്നൊരു ഇതായിരുന്നു. പക്ഷെ കുറച്ച് കാലമായിട്ട് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മളുടെ കേരളത്തിൽ നടക്കുന്നത്. അത് പലതരത്തിൽ പല സംസ്ഥാനങ്ങളിലും ആ മാറ്റം വന്നിട്ടുണ്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഈ ക്ലൈമറ്റ് ചേഞ്ച് വരാനുള്ളൊരു കാരണം ഗ്ലോബൽ വാർമിംഗ് കൂടിയാണ്. ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള അല്ലെങ്കിൽ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, വെതർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. നമ്മളോട് ചോദിക്കും വെതറും അല്ലെങ്കിൽ ക്ലൈമറ്റ്, ഇന്നത്തെ ക്ലൈമറ്റ് എന്താ അല്ലെങ്കിൽ വെതർ എന്താണെന്ന് ചോദിക്കില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം എപ്പോഴും ഈ വെതറും ക്ലൈമറ്റും തമ്മിൽ അത് രണ്ടാണ് സാധനം. ക്ലൈമറ്റും അതുപോലെ വെതറും രണ്ടാണ് സാധനം. നമ്മളെപ്പോഴും പറയുമ്പോൾ നമുക്ക് ഒന്നാണ്. വെതർ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സമയത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ കാലാവസ്ഥയെ പറയുന്നതാണ് വെതർ എന്നുള്ളത്. നിങ്ങളിപ്പോൾ പത്രത്തിലൊക്കെ വെതർ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ വാർത്തയിൽ വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇന്നത്തെ കാലാവസ്ഥയെ പറ്റി പറയുന്നതിനെയാണ് വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുക.
അതിന് പകരം ക്ലൈമറ്റ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു സീസൺ മൊത്തമായിട്ട് ഇപ്പോൾ ജൂൺ ടു അല്ലെങ്കിൽ എന്താ പറയുക ഡിസംബർ വരെ ക്ലൈമറ്റ് എന്താ, അതാണ് ക്ലൈമറ്റ്. ആ ക്ലൈമറ്റിൽ നിന്ന് എന്തെങ്കിലും വേരിയേഷൻ, നമ്മൾ ഫിക്സ്ഡ് ആയിട്ടുള്ള ആ ഒരു ക്ലൈമറ്റിൽ നിന്ന് മാറ്റം വരുമ്പോൾ മാത്രമേ നമ്മളതിനെ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുള്ളൂ. അപ്പം അതിന് മോസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡൽഹിയിൽ ഒരു നവംബർ തൊട്ട് ഏപ്രിൽ വരെ വിൻ്റർ സീസണാണ്. മെയ് തൊട്ട് ഒരു ഒക്ടോബർ വരെ സമ്മർ സീസണാണ്. അപ്പം അത് ഓൾറെഡി അവരുടെ ക്ലൈമറ്റ് അങ്ങനെയാണ്. ഇഫ് അതിലെന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവുക. അവിടെ വെതർ അല്ല അത് വരിക. വെതർ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡേയിൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതാണ് വെതർ എന്നുള്ളത്. അപ്പം അതെപ്പോഴും നിങ്ങൾ ആ രണ്ട് കോൺസെപ്റ്റിനെ തമ്മിൽ എന്താ പറയുക കൺഫ്യൂസ് ആവാതെ പഠിക്കാൻ ശ്രദ്ധിക്കുക. വെതർ എന്താണെന്ന് ചോദിക്കുമ്പോൾ ക്ലൈമറ്റ് തന്നെയല്ലേ എന്ന് ഒരിക്കലും എഴുതി വയ്ക്കരുത്. വെതർ എന്ന് പറഞ്ഞാൽ അന്നത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരു ക്ലൈമറ്റിന് അല്ലെങ്കിൽ അതിൻ്റെ വെതറിനെ പറയുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ പ്രകൃതിയുടെ ഈ പറഞ്ഞ അതിനെപ്പറ്റി പറയുന്നതിനെയാണ് വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ഡെക്കേഡ്, ചിലപ്പോൾ ഒരു വർഷത്തിലെ ക്ലൈമറ്റിൻ്റെ രീതിയെ പറ്റി പറയുന്നതായിരിക്കാം ക്ലൈമറ്റ് ചേഞ്ച്. അത് തമ്മിൽ മാറാതെ നിൽക്കുക. പിന്നെ ഇതിൽ പറയാനുള്ളത് ഈ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിങ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിന് കോമൺ ആയിട്ടുള്ള റീസൺസ് തന്നെയാണ് പറയുന്നത്. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആണ്. ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഗ്രീൻ ഹൗസ് ഗ്യാസ് എഫക്റ്റ് എന്ന് പറയും. ഹരിത വ്യാപക അങ്ങനെ സംതിങ് ആണെന്ന് തോന്നുന്നു മലയാളത്തിൽ. അപ്പം അതിൻ്റെ റീസൺ കൊണ്ട് ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും നമ്മളുടെ പ്രകൃതിയിൽ ഉണ്ടാവാം. ബേസിക്കലി ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേന്, നൈട്രസ് ഓക്സൈഡ്, പിന്നെ ഫ്ലൂറസ് ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെയാണ്. അങ്ങനത്തെ ഇതാണ് ഈ പറഞ്ഞ ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ദ entrapment of heat by greenhouse gases such as carbon dioxide, nitrous oxide, etc. between the ozone layer and the surface of the earth, creating more and more heat as it remains trapped. അതായത് ഈ തരത്തിലുള്ള ഹരിത ഗ്രീൻ ഹൗസ് ഗ്യാസസ് റിലീസ് ആവുന്നത് അത് ഈ പറഞ്ഞ നമ്മളുടെ ഓസോൺ ലെയറിൻ്റെയും അതുപോലെ പ്രകൃതിയുടെ സർഫേസും തമ്മിൽ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഹാംഫുള്ളായിട്ട് അവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിക്കുക ഇതേപോലത്തെ ഈ ഗ്യാസസ്. അത് എന്നിട്ട് അതായത് ആ രണ്ടിൻ്റെ ഇടയിൽ അത് ട്രാപ്പായിട്ട് കിടക്കുക. അതുകൊണ്ടാണ് നമ്മുടെ പ്രകൃതിയിൽ ഹീറ്റ് അല്ലെങ്കിൽ ചൂട് ദിവസം ചെല്ലുന്നതനുസരിച്ചിട്ട് കൂടുന്നത്. ദിസ് കോസസ് ദ ടെമ്പറേച്ചർ ഓൺ ദ എർത്ത് ടു റൈസ് ഇൻക്രീസിംഗ്ലി. ഇതാണ് നമ്മളുടെ പ്രകൃതിയിൽ ചൂട് കൂടാനുള്ളൊരു കാരണം. Then greenhouse gases comes into the air in several ways, which are all human made. The fumes emitted by vehicles and factories, burning of fossil fuels. അതായത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് പല രീതിയിൽ നമ്മളുടെ സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയിലേക്ക് റിലീസ് ചെയ്യാം. അതിന് പലതരത്തിലുള്ള റീസൺസ് ഉണ്ട്. ഫാക്ടറീസിൻ്റെ യൂസസോ അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ യൂസസൊക്കെ അതിൻ്റെ കാരണങ്ങളാണ്. ഇപ്പം നമ്മൾ ബേണിങ് ഫോസിൽ ഫ്യൂവൽസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. കൽക്കരി, പെട്രോളിയം, കെറോസിൻ അല്ലെങ്കിൽ ഡീസൽ എന്നൊക്കെ പറയുന്നതാണ് ഫോസിൽ ഫ്യൂവൽസ്. അതിനെ കത്തിക്കുമ്പം ഒരുപാട് തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് തള്ളും. അത് പോയിട്ട് ഓസോണിൽ ഈ പറഞ്ഞ ഹോൾസ് ഉണ്ടാക്കി അത് ഹീറ്റ് പിന്നെയും നമ്മളുടെ പ്രകൃതിയിൽ കൂട്ടുകയാണ് ചെയ്യുക. പിന്നെ ഇതിലുള്ള നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഡിഫോറസ്റ്റേഷനാണ്. ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് വൺ ഓഫ് ദ റീസൺ ഫോർ ദ സെയിം ആസ് കട്ടിങ് ഡൗൺ ട്രീസ് മീൻസ് മോർ CO2 ഇൻ ദ എയർ ദാൻ ദർ വാസ് ബിഫോർ ദേ വർ കട്ട് ഡൗൺ. അതായത് ഈ ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കട്ടിങ് ഓഫ് ട്രീസ് ആണ്. മരങ്ങളെ വെട്ടി നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ വനനശീകരണം എന്നുള്ളതാണ്. അപ്പം ഈ നമ്മളുടെ പ്ലാന്റ്സ് അല്ലെങ്കിൽ ട്രീസ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള CO2നെ അബ്സോർബ് ചെയ്തിട്ട് ഓക്സിജനെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുക. സോ ട്രീസ് ഇല്ലാത്തൊരവസ്ഥയിൽ ആരുമില്ല ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിനെ ഉള്ളിലേക്ക് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ വരുമ്പോഴും എന്തുണ്ടാവും, ഗ്ലോബൽ വാർമിങ്. അതായത് ആ CO2 അവിടെ തന്നെ ഉണ്ടാവും, ആ നമ്മുടെ പ്രകൃതിയിൽ തന്നെ അങ്ങനെ കടന്നുള്ളൂ. ആരും അതിനെ അബ്സോർബ് ചെയ്യാനില്ലാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ അവിടെ ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ലൈഫ് സ്റ്റോക്ക് ഫാമിങ്.
അതായത് ഈ പറഞ്ഞ ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തൽ, ആട് അല്ലെങ്കിൽ മറ്റുള്ള ഈ കാറ്റിൽ റിയറിങ് ഒക്കെ തന്നെ പെടും. അതെങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ്ങിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുമെന്ന് വെച്ചാൽ ഈ കൗഡങ് ഒക്കെ ഉണ്ടല്ലോ, ചാണകമായാലും അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവർ ഫുഡ് ഡൈജസ്റ്റ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്ന അവരുടെ ആ അവശിഷ്ടങ്ങൾ, അത് മീഥേൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രീൻ ഹൗസ് ഗ്യാസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പുറത്തേക്ക്. അപ്പോൾ അത് ഓവറായി കഴിഞ്ഞാൽ അത് എന്താവും, നമ്മളുടെ ഈ പറഞ്ഞ എൻവയോൺമെൻറ്റിൽ സ്റ്റക്കായിട്ട് ഇരിക്കും. പിന്നത്തേതൊന്നെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഴ്സ് കണ്ടെയ്നിങ് നൈട്രജൻ, നമ്മളുടെ കീടനാശിനികൾ, നൈട്രജൻ അടങ്ങിയിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴും ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ ഈ ക്ലൈമറ്റ് ചേഞ്ചും ഉണ്ടാകും. കാരണം ഓവറായിട്ട് നൈട്രജൻ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആയതുകൊണ്ട്. പിന്നെ റോൾ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റി, മനുഷ്യന്മാരുടെ ഓരോരോ പ്രവർത്തനങ്ങൾ, അതിപ്പം പ്ലാസ്റ്റിക് കത്തിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന അവരുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന ഓരോരോ സാധനങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചും ഒക്കെ ഉണ്ടാകും. വെഹിക്കിൾസും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം ഒരു വീട്ടിൽ 5 ആൾക്കാരുണ്ട്, 5 പേരും കാർ എടുത്തിട്ടേ പോവുള്ളൂ എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഹ്യൂമൻ ആക്ടിവിറ്റീൻ്റെ ഭാഗമായിട്ടാണ് ആ റിലീസ് ചെയ്യപ്പെടുന്ന എല്ലാ CO2. കാരണം ഒരു വീട്ടിൽ എല്ലാവരും നമ്മൾ ഡ്രോപ്പ് ചെയ്യാന്ന് പറയുമല്ലോ. ഇപ്പോൾ ഒരാൾ ഒരു വഴിക്ക് പോവുകയാണെങ്കിൽ വഴിയിൽ ഇറക്കി കൊടുക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്ററാണ്. പക്ഷേ എല്ലാവരും കുറച്ചും കൂടെ ഷോ ഓഫ്, ഞങ്ങൾക്ക് പണമുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോകുള്ളൂ എന്നൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട് ഞങ്ങളെ വീട്ടിൽ. എല്ലാവർക്കും ഓരോരോ കാറുണ്ട്, എല്ലാവരും അതെടുത്ത് പോയിക്കോട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പം പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനുള്ള ഒരു അവഗണനയൊക്കെ വരുമ്പം ഇത്തരത്തിലുള്ള ഈ ഗ്ലോബൽ വാർമിംഗ് ആയാലും ക്ലൈമറ്റ് ചേഞ്ച് ആയാലും ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് പരിമിത ഫലങ്ങളുണ്ട്. അതിലൊന്നാമതെന്ന് പറഞ്ഞാൽ മോർ അസിഡിക് ഓഷ്യൻസ് ആയിരിക്കും. നമ്മളുടെ ഈ പറഞ്ഞ കടൽ കുറച്ചും കൂടെ അസിഡിക് ആയിട്ട് മാറും. അസിഡിക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഈ ഗ്യാസുകളും സ്റ്റക്ക് ചെയ്തിരിക്കുമ്പോൾ ആസിഡ് കണ്ടൻറ്റ് ഈ ഓഷ്യനിൽ കൂടും. അങ്ങനെ ആസിഡ് കണ്ടൻറ്റ് കൂടിക്കഴിഞ്ഞാൽ ഓഷ്യനിൽ തന്നെ നിൽക്കുന്ന ഓഷ്യൻ എക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ജീവികളെ അത് ബാധിക്കും. അതിൻ്റെ ബയോഡൈവേഴ്സിറ്റീനെ അത് ഫുള്ളായിട്ട് എഫക്റ്റ് ചെയ്യും. അതിൽ കുറേ തരത്തിലുള്ള ജീവികളുണ്ടല്ലോ, കോറൽ ലീഫിലും അല്ലെങ്കിൽ ഈ അടിത്തട്ടിൽ മൺപൊറ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സാധനങ്ങൾ ഓഷ്യൻ്റെ അടിയിലുണ്ട്. അതിനൊക്കെ ബാധിക്കും ഈ അസിഡിക് ആയി കഴിഞ്ഞാൽ. പിന്നത്തെന്ന് പറഞ്ഞാൽ ലാർജ് ഫ്രാക്ഷൻ ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ആർ ലൈക്ലി ടു ബി അറ്റ് ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് എക്സ്റ്റിങ്ഷൻ. അതായത് ഗ്ലോബൽ വാർമിങ്ങും ക്ലൈമറ്റ് ചേഞ്ചും വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള നമ്മൾക്ക് കാണാൻ കിട്ടാത്ത തരത്തിലുള്ള മൃഗങ്ങളും അല്ലെങ്കിൽ പക്ഷികളും അല്ലെങ്കിൽ അതിൻ്റെ ബട്ടർഫ്ലൈസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്പീഷീസിനെ കാണാതാവുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വംശനാശം സംഭവിക്കുന്ന ഒരു അവസ്ഥ വരും. ഇപ്പോൾ പറഞ്ഞ പോലെ ദിനോസർ ആയിക്കോട്ടെ, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ദിനോസർ എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള ഓക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പല വെറൈറ്റി ഓഫ് സ്പീഷീസ് പണ്ടുണ്ടായിരുന്നു. അതിനൊന്നും ഇപ്പോൾ കാണാൻ കഴിയാത്തത് ചില ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും അല്ലെങ്കിൽ ഇവല്യൂഷൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ്. പക്ഷേ ചിലതിനെയൊന്നും കാണാൻ, ഇപ്പോൾ നമ്മളുടെ സിംഹവാലൻ കുരങ്ങ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വൈറ്റ് ടൈഗർ എന്നൊക്കെ പറയുന്നത് കാണാൻ അതിന് വേണ്ട ഒരു എക്കോസിസ്റ്റം കൊടുത്തുകൊണ്ടാണ് ഇപ്പം നിലനിൽക്കുന്ന ഈ പറഞ്ഞ ജീവികളെയൊക്കെ താമസിപ്പിച്ചേക്കുന്നത്. അപ്പം ഈ ഗ്ലോബൽ വാർമിങ് ക്ലൈമറ്റ് ചേഞ്ച് ഓവറായിട്ട് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജന്തുമൃഗാദികളുടെയൊക്കെ വംശനാശത്തിനത് ബാധിക്കും. പിന്നത്തത് സർഫേസ് വാർമിംഗ് ഇൻ ടെമ്പറേറ്റ് റീജിയൻസ് ഈസ് ലൈക്ലി ടു ലീഡ് ചേഞ്ചസ് ഇൻ വാരിയസ് സീസണൽ പ്രോസസ്സസ്. അതായത് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണം കൊണ്ട് ഈ സീസണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ കൃഷി നടത്തുന്നതിലൊക്കെ ചിലപ്പോൾ അവർ നടുമ്പോഴായിരിക്കും അതായത് അവരുദ്ദേശിക്കുന്ന സമയത്ത് അവർ വിത്തിറക്കുമ്പോൾ ചിലപ്പോൾ മഴ പെയ്യും. അപ്പം വിത്തിറക്കാത്ത സമയത്ത് മഴ പെയ്യില്ല. അതായത് നേരത്തെ അങ്ങനെയല്ലായിരുന്നു, പക്ഷെ ഇപ്പം അങ്ങനെയാണ്. ചിലപ്പം അവരുദ്ദേശിക്കുന്ന സമയത്തല്ലായിരിക്കും പഴം പഴുക്കുക, അല്ലെങ്കിൽ അവർ വിതയ്ക്കുന്ന സാധനം ഹാർവെസ്റ്റ് ചെയ്യേണ്ട സമയം അതല്ലായിരിക്കും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ മരങ്ങളുടെയൊക്കെ പച്ചപ്പ് അല്ലെങ്കിൽ പഴുക്കുന്നതൊക്കെ, മരങ്ങളുടെ ഇലയൊക്കെ പഴുക്കുന്നതൊക്കെ ആദ്യം പണ്ട് കാലത്തുള്ള പോലെയല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. ചിലത് പെട്ടെന്ന് പഴുത്ത് അതായത് അല്ലെങ്കിൽ അത് ചാടിപ്പോകുന്ന അവസ്ഥയൊക്കെ വരുന്നത്. പിന്നെ അതൊക്കെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും കാരണമാണ്. പിന്നെ ചേഞ്ചസ് ഇൻ ഓഷ്യൻ സലൈനിറ്റി, ഈ പറഞ്ഞ ഉപ്പിൻ്റെ കണ്ടൻറ് ഉണ്ടല്ലോ, അതൊക്കെ കുറയാനുള്ള
സാധ്യതകളുണ്ട്. അത് എന്ത് ചെയ്യും, നമ്മളുടെ ഈ ആൽഗെ എന്ന് പറഞ്ഞിട്ട് പായലൊക്കെ വേണ്ടത് അനിവാര്യമാണ്. എല്ലാ എക്കോസിസ്റ്റത്തിലും ജീവിക്കുന്ന ജീവികൾക്ക് ഓരോ സാധനം അവരുടെ ജീവിതത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആൽഗെ അല്ലെങ്കിൽ പായലിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. അതിനൊക്കെ ഈ ഓഷ്യൻ സലൈനിറ്റിക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ ഫോറസ്റ്റ് ഫയർ, നമ്മളുടെ ഡ്രോട്ട്, വരൾച്ച കാര്യങ്ങളൊക്കെ വരുമ്പോഴേ എല്ലാ തരത്തിലുള്ള വാട്ടർ കണ്ടൻറ്റും അബ്സോർബ് ചെയ്ത് പോകും. ചൂട് വരുമ്പോൾ അങ്ങനെയാണല്ലോ, വാട്ടർ കണ്ടൻറ്റ് മൊത്തം പോകും. അങ്ങനെ പോയി കഴിയുമ്പം പെട്ടെന്ന് കാടുകളിലൊക്കെ തീ പിടിക്കും. ഇപ്പോൾ ആമസോൺ കാടുകളിലൊക്കെ തീ പിടിച്ചാൽ നമുക്കറിയാലോ. അതൊക്കെ ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെയും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെയും കാരണം കൊണ്ടാണ്. പിന്നെ ലോസ് ഓഫ് കോസ്റ്റൽ വെറ്റ്ലാൻഡ്സ്, സാൾട്ട് മാർഷസ്, മാംഗ്രോവ്സ്, കണ്ടൽക്കാടുകളുടെയൊക്കെ നഷ്ടം, പൊല്യൂഷൻസ്. പിന്നെ പൊല്യൂഷൻസ് ഏത് തരത്തിലും ആവാം, എയർ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, സൗണ്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നോയ്സ് ആയിക്കോട്ടെ, മറൈൻ ആയിക്കോട്ടെ, എല്ലാ തരത്തിലുള്ള പൊല്യൂഷനും നമുക്കറിയാം. പൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. മറ്റേ വായുമലിനീകരണം, വെള്ളം, അങ്ങനെ പലത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് ഈ തരത്തിലുള്ള ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസസ് അതിൽ വന്നടിയും. അത് ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കുടിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ഉണ്ടാവും. പിന്നെ എയർ ക്വാളിറ്റി, നമ്മൾ ശ്വസിക്കുന്ന എയർ, അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമായിട്ട് മാറാനും ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കാരണങ്ങൾ പറ്റും. പിന്നെ സ്കിൻ ഡിസീസസ് ഉണ്ടാവാം. ഓവറായിട്ട് ടെമ്പറേച്ചർ വരുമ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ പൊള്ളുന്ന അവസ്ഥ, അല്ലെങ്കിൽ ചൊറിച്ചിൽ, അല്ലെങ്കിൽ സ്കിൻ ബേൺ ആയി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാം. പിന്നെ ആസിഡ് റെയിൻ ഉണ്ടാവാം. അതുപോലെ ഇൻഫെക്ഷ്യസ് ഡിസീസസ്, മാരകമായിട്ടുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള, അതായത് ഓരോരോ ഈ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നൊക്കെ അതിനെ തടയുന്ന ഒരു പാളിയാണല്ലോ ഈ പറഞ്ഞ ഓസോൺ ലെയർ. ഓസോൺ ലെയറിൽ വിള്ളൽ വരിക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായിട്ട് അൾട്രാ വയലറ്റ് രശ്മി നമ്മളുടെ മേലെ പതിക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസും അല്ലെങ്കിൽ സ്കിൻ ഡാമേജസൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത്രയാണ് ഈ പറഞ്ഞ ഗ്ലോബൽ വാർമിങ്ങും അതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിലും പറയാനുള്ളത്. ഇനി ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിങ്ങിനും ക്ലൈമറ്റ് ചേഞ്ചിനും എന്നുള്ളത് നമ്മളുടെ എൻവയോൺമെൻറ്റൽ കൺസർവേഷനാണ്. നമ്മൾ കൺസേർവ് ചെയ്ത് വെക്കണം. നമ്മളുടെ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ മാറ്റം വരുത്തണം. നമ്മൾ പ്ലാസ്റ്റിക് ബാഗിന് പകരം കോട്ടൺ അല്ലെങ്കിൽ തുണി അല്ലെങ്കിൽ പേപ്പർ ബാഗുകൾ യൂസ് ചെയ്യുന്നതും, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ ഈ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൽ ഈ നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ തന്നെയാണ് അതിൻ്റെ സൊല്യൂഷൻസ്. അവയർനെസ് കൊടുക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് സൊല്യൂഷൻ. പിന്നെ ഒരു പേഴ്സൺ സ്വന്തമായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടതാണ്, മറ്റുള്ള അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് കാണാൻ വേണ്ടി ഞാനിവിടെ ബാക്കി വെച്ചിട്ട് പോകണം എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ എന്തായാലും നമ്മൾക്ക് ഒരുപാട് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഇപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവർ വേണ്ട എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനത്തെ സൊല്യൂഷൻസേ നമുക്കിതിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.